ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോയേക്കുമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ചേച്ചി താമസിക്കുന്നുണ്ട്, അവിടെ കയറി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു 2 ചക്കയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക വെച്ച് ഇന്ന് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ക ഞാനിവിടെ വെട്ടിപ്പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊളിച്ചെടുക്കാം, അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു 5-6 ചക്കക്കുരുവും കൂടെ ഇടുന്നുണ്ട്. ചക്കക്കുരു പൊളിച്ചിട്ട് വട്ടത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ചക്ക അതേപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കണേ. ചട്ടിയിലാണ് വെക്കുന്നത്. കുക്കറിലും ഇട്ട് വെക്കാം, പക്ഷെ ഒരു കറി പോലെ ആയതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ ചക്കക്കുരുവും കൂടെ ഒന്ന് ഒരുക്കി ഇട്ട് കൊടുക്കാം, വട്ടം മുറിച്ച്. ചക്കക്കുരുവും കൂടി ഇടുമ്പം നല്ലൊരു രുചി കിട്ടുമേ. അപ്പോൾ ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. ഉപ്പ് തിളച്ചതിന് ശേഷം ഇടാം. ഇനി നമുക്കത് അടപ്പത്തേക്ക് വെച്ച് മൂടി വെക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല, തിളയൊക്കെ വന്നിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി. നല്ല പോലെ ഇളക്കി കൊടുക്കണേ, ഉപ്പെല്ലാ ഭാഗത്തും ആകുന്ന തരത്തിൽ. എന്നിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ വറുത്ത് എടുക്കാം. തേങ്ങ ചീനച്ചട്ടിയിലിടുന്നതൊന്നും കാണിച്ചില്ല. തേങ്ങയും കുരുമുളകും, 1 സ്പൂൺ കുരുമുളക്, പിന്നെ വെളുത്തുള്ളി ഒരല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് വറുത്തതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. കുരുമുളക് ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട്. ചക്കയായതുകൊണ്ടാണ് കുരുമുളകും വെളുത്തുള്ളിയും അധികം ഇട്ടത്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വറുത്തരക്കുന്നത് കൊണ്ടാണ് മല്ലിപ്പൊടി ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ സാധാരണ മല്ലിപ്പൊടി അങ്ങനെ ഇടാറില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണേ. കല്ലിൽ അരക്കുവാണെങ്കിൽ അങ്ങനെ അരക്കാം. എനിക്കിപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട് കല്ലിൻ്റെ അവിടെ മഴ കൊള്ളുവേ, അതുകൊണ്ട് കല്ലിലിട്ട് അരക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് അരക്കണേ. നല്ലപോലെ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്ക വെന്തോന്നൊന്ന് നോക്കാം. ചക്കയൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചക്കക്കുരുവും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും കുരുമുളകും വെളുത്തുള്ളി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇതെല്ലാം കൂടെ മൂപ്പിച്ചതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ആ ജാറിലുള്ളതും കൂടെ സ്പൂണും കൊണ്ട് കോരിയെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഞങ്ങളിവിടെ ഇത് കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് നല്ലത്, ഇത്തിരി വെള്ളത്തോടു കൂടി. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. അരപ്പൊക്കെ എല്ലാ ഭാഗത്തും ആയി കിട്ടണേ. അപ്പോൾ ഇതേപോലെ ഒരു കറി ഉണ്ടാക്കാൻ മറക്കരുതേ. ചക്ക കിട്ടുമ്പോൾ നമുക്ക് കഞ്ഞിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ കുഴഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കണം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി ഇതിലേക്ക് 2 ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ്. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഇങ്ങനെയുള്ള കറിയൊക്കെ വെക്കുമ്പം ഒന്ന് കടുക് വറുത്തിടുന്നത് നല്ലതാണ്. നമ്മുടെ കടച്ചക്ക കറി വെക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ മൂക്കട്ടെ. ഇതൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഒരല്പം ഈ ചട്ടിയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.